ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സാധാരണക്കാരുടെ ഹൃദയത്തിന്റെ പൊന്ന്. ഇനി മുതൽ തൃശൂർ MG റോഡിലും. കൊടുങ്ങല്ലൂരിൽ ആംബുലൻസിന്റെ ചില്ലടിച്ച് തകർത്ത കേസിൽ ഓട്ടോറിക്ഷ ഡ്രൈവറെ പോലീസ് അറസ്റ്റ് ചെയ്തു. മേത്തല ചാലക്കുളം സ്വദേശി രഞ്ജീഷാണ് അറസ്റ്റിലായത്. ഗുരുവായൂരിൽ പേവിഷബാധ ലക്ഷണങ്ങളോടെ തെരുവ് നായ ചത്തു. മറ്റ് നായ്ക്കൾക്കും പേപ്പട്ടിയുടെ കടിയേറ്റെന്ന ആശങ്കയിൽ നാട്ടുകാർ സംസ്കരിച്ച തെരുവ് നായയുടെ ജഡം നഗരസഭാ ആരോഗ്യ വിഭാഗം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു. ചെറുതുരുത്തി വെട്ടിക്കാട്ടിരിയിൽ വിവാഹ സൽക്കാരത്തിനെത്തിയ യുവാക്കളും നാട്ടുകാരും തമ്മിൽ സംഘർഷം. പോലീസ് ലാത്തി വീശി 5 പേർക്ക് പരിക്ക്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായി. ശ്രീനാരായണപുരം പഞ്ചായത്തിൽ BJP സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക തള്ളി. മാള പഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ CPM പ്രവർത്തകരും 2020 നേതാക്കളും തമ്മിൽ വാക്കേറ്റം. വെറ്റിലപ്പാറയിൽ പള്ളിക്ക് നേരെ കാട്ടാന ആക്രമണം. വാതിൽ ചവിട്ടിപ്പൊളിച്ചകത്ത് കടന്ന കാട്ടാനകൾ സങ്കീർത്തിയിലെ സാമഗ്രികൾ നശിപ്പിച്ചു. വാർത്തകൾ വിശദമായി. കൊടുങ്ങല്ലൂരിൽ ആംബുലൻസിന്റെ ചില്ലടിച്ച് തകർക്കുകയും ഡ്രൈവറെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്ത കേസിൽ ഓട്ടോറിക്ഷ ഡ്രൈവറെ അറസ്റ്റ് ചെയ്തു. മേത്തല ചാലക്കുളം സ്വദേശി ഈശ്വരമംഗലത്ത് വീട്ടിൽ രഞ്ജീഷിനെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. വെള്ളിയാഴ്ച രാത്രി കൊടുങ്ങല്ലൂർ AR ആശുപത്രിയിൽ വെച്ച് ആംബുലൻസിന്റെ ചില്ല് ജാക്കി ലിവർ കൊണ്ട് പ്രതി അടിച്ചു തകർക്കുകയായിരുന്നു. മതിലകം പുതിയകാവ് VKR ആശുപത്രിയിൽ നിന്നും 3 വയസ്സ് പ്രായമുള്ള പെൺകുട്ടിയെയും കൊണ്ട് കൊടുങ്ങല്ലൂർ AR ആശുപത്രിയിലേക്ക് വരികയായിരുന്ന ആംബുലൻസ് കൊടുങ്ങല്ലൂർ ചന്തപ്പുരയിൽ രഞ്ജീഷ് ഓടിച്ചിരുന്ന ഓട്ടോ ടാക്സിയിൽ തട്ടിയിരുന്നു. ആംബുലൻസിൽ രോഗിയുള്ളതിനാൽ അവിടെ നിർത്തിയില്ല. പിന്തുടർന്നെത്തിയ ഇയാൾ ആംബുലൻസിന്റെ മുൻവശത്തെ ചില്ല് തല്ലി തകർക്കുകയും ആംബുലൻസ് ഡ്രൈവറെ ആക്രമിക്കാൻ ശ്രമിക്കുകയുമായിരുന്നു. കൊടുങ്ങല്ലൂർ സർക്കിൾ ഇൻസ്പെക്ടർ BK അരുൺ, സബ് ഇൻസ്പെക്ടർ K സലിം എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഗുരുവായൂരിൽ പേവിഷബാധ ലക്ഷണങ്ങളോടെ തെരുവ് നായ ചത്തു. മറ്റ് നായ്ക്കൾക്കും പേപ്പട്ടിയുടെ കടിയേറ്റെന്ന ആശങ്കയിൽ നാട്ടുകാർ സംസ്കരിച്ച തെരുവ് നായയുടെ ജഡം നഗരസഭാ ആരോഗ്യ വിഭാഗം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു. കോട്ടപ്പടി ചെമ്പാലക്കുളം ഭഗവതി ക്ഷേത്ര പരിസരത്ത് വെള്ളിയാഴ്ച രാവിലെ മുതലാണ് തെരുവുനായ പേവിഷബാധ ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചത്. ആശങ്കയോടെ നഗരസഭയിൽ വിവരം അറിയിച്ചെങ്കിലും ആരും തിരിഞ്ഞു നോക്കിയില്ലെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു. ഉച്ചയോടെ സിവിൽ ഡിഫൻസ് വോളണ്ടിയർ പ്രബീഷ് ഗുരുവായൂരിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ നായയെ കുടുക്കിട്ട് പിടിച്ച് കെട്ടിയിട്ടു. വൈകുന്നേരത്തോടെ നായ ചത്തു. ആരോഗ്യ വിഭാഗത്തിന്റെ നിർദ്ദേശപ്രകാരം നാട്ടുകാർ നായയെ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് സംസ്കരിച്ചു. ഈ നായ മറ്റ് നായകളെ കടിച്ചതായും നാട്ടുകാർ ജാഗ്രത പാലിക്കണമെന്നും പിന്നീട് സമൂഹമാധ്യമങ്ങളിൽ വ്യാപക പ്രചാരണമായി. ഇതോടെ ചത്ത നായ്ക്ക് പേവിഷബാധ ഏറ്റിട്ടുണ്ടോ എന്ന് സ്ഥിരീകരിക്കണമെന്ന ആവശ്യം ശക്തമായി. ഇതേ തുടർന്ന് ശനിയാഴ്ച ഉച്ചയോടെ ആരോഗ്യ വിഭാഗമെത്തി ജഡം പുറത്തെടുത്ത് മണ്ണുത്തി വെറ്ററിനറി കോളേജിൽ എത്തിച്ച് പോസ്റ്റ്മോർട്ടം നടത്തുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു. ആർക്കെങ്കിലും ഒരു 2-4 ദിവസം കഴിഞ്ഞിട്ട് പേ ഇളകിയിട്ടുണ്ടെങ്കിൽ, പല പട്ടികൾ ഇത് കടിച്ചിട്ടുണ്ട്, അപ്പം അത് ഇളകിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടാവും. അപ്പൊ അതുകൊണ്ട് ഇതിനെ സ്ഥിരീകരിക്കുക തന്നെ വേണം എന്ന് നിർബന്ധം പറഞ്ഞു ഡോക്ടറോട്. അത് നമ്മളെ അനീഷ്മ മേഡം നിർബന്ധം പറഞ്ഞു. ഇവിടെ ഇതിനെ വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്ന് അനീഷ്മ മേഡം പറയുകയും ചെയ്തു. അങ്ങനെയാണ് വീണ്ടും വന്നിട്ട് അതിനെ പോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ട് കൊണ്ടുപോയത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാലേ പേവിഷബാധ സ്ഥിരീകരിക്കാനാകൂ. 2 ദിവസത്തിനകം റിപ്പോർട്ട് ലഭിക്കുമെന്ന് പൂക്കോട് വെറ്ററിനറി ഡോക്ടർ CR പ്രശാന്ത് പറഞ്ഞു. മേഖലയിലെ തെരുവ് നായ്ക്കൾക്ക് പ്രതിരോധ കുത്തിവയ്പ് എടുത്തിട്ടുള്ളതിനാൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. അടുത്ത ദിവസം വീണ്ടും കുത്തിവയ്പ്പിനായി ക്യാമ്പ് സംഘടിപ്പിക്കുമെന്നും ഡോക്ടർ അറിയിച്ചു. TCV ന്യൂസ്, ഗുരുവായൂർ. ചെറുതുരുത്തി വെട്ടിക്കാട്ടിരിയിൽ വിവാഹ സൽക്കാരം നടന്നിരുന്ന KJM ഓഡിറ്റോറിയത്തിൽ സംഘർഷം. പോലീസ് ലാത്തി വീശി 5 പേർക്ക് പരിക്കേറ്റു. പ്രശ്നം ഉണ്ടാക്കല്ലേ.
റോട്ടിൽ വെച്ചിട്ട് ഒരാൾ കഴിഞ്ഞാൽ അവൻ കല്യാണത്തിന് വന്നേക്കാം. ഞങ്ങളിത് ഞങ്ങൾക്ക് കേസൊന്നും വേണ്ട, അവന് കിട്ടിയാൽ മതി. ബാക്കി പള്ളം സ്വദേശിയുടെ വിവാഹ സൽക്കാരത്തിലേക്ക് ആഡംബരക്കാരിൽ വന്നിരുന്ന യുവാക്കൾ ആംബുലൻസ് അടക്കമുള്ള വാഹനങ്ങൾ കടത്തിവിടാതെ റോഡ് ബ്ലോക്കാക്കിയത് നാട്ടുകാർ ചോദ്യം ചെയ്തതാണ് സംഘർഷത്തിൽ കലാശിച്ചത്. കാറിന്റെ ബോണറ്റ് തുറന്ന് നൃത്തം ചെയ്തതായി നാട്ടുകാർ പറഞ്ഞു. ഗതാഗത തടസ്സം സൃഷ്ടിച്ചതിന് ചോദ്യം ചെയ്ത വയോധികനെ യുവാക്കൾ ചേർന്ന് അതിക്രൂരമായി മർദ്ദിച്ചു. ഇതോടെ വിവാഹത്തിന് വന്ന യുവാക്കളും നാട്ടുകാരും തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടി. കല്യാണത്തിന് വന്നവരും നാട്ടുകാരും തമ്മിൽ പരസ്പരം കല്ലേറ് നടന്നു. കല്ലേറിൽ പാർക്ക് ചെയ്തിരുന്ന നിരവധി വാഹനങ്ങൾക്ക് കേടുപാട് പറ്റി. വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ പോലീസ് ലാത്തി വീശി. നിരവധി വാഹനങ്ങൾ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കല്ലേറിൽ പോലീസുകാർക്കും പരിക്കേറ്റു. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമായതായി പോലീസ് പറഞ്ഞു. TCV ചെറുതുരുത്തി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായി. പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ച വൈകിട്ട് അന്തിമ സ്ഥാനാർത്ഥി പട്ടിക പരസ്യപ്പെടുത്തും. റിട്ടേണിംഗ് ഓഫീസറുടെ ഓഫീസിലും ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനത്തിന്റെ ഓഫീസിലും സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിക്കും. അതേസമയം ജില്ലയിലെ പലയിടങ്ങളിലും മുന്നണികൾക്ക് ഭീഷണിയായി വിമതർ രംഗത്തുണ്ട്. വിമത സ്ഥാനാർത്ഥികളെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ശ്രീനാരായണപുരം പഞ്ചായത്തിൽ BJP സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക തള്ളി. പട്ടികജാതി വനിതാ സംവരണമായ 18-ാം വാർഡിലെ സ്ഥാനാർത്ഥി ES ഷൈബിയുടെ പത്രികയാണ് വരണാധികാരി അസാധുവാക്കിയത്. LDFിലെ സുനീതിയും UDF സ്ഥാനാർത്ഥി സീമ തറയിലും തമ്മിലുള്ള മത്സരമാണ് ഇവിടെ നടക്കുക. പഞ്ചായത്തിൽ സമർപ്പിച്ച 149 നാമനിർദ്ദേശ പത്രികകളിൽ 148 എണ്ണം സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം പരിഗണിച്ചു. നിലവിൽ 105 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധനയിൽ ചാലക്കുടിയിലും കോടശ്ശേരി പഞ്ചായത്തിലും BJP സ്ഥാനാർത്ഥികൾക്ക് തിരിച്ചടി. നഗരസഭയുടെ മുഞ്ഞേലി വാർഡിൽ BJP സ്ഥാനാർത്ഥി ബിജു വില്ലനശ്ശേരിയുടെ പത്രിക തള്ളി. ബ്ലോക്ക് പഞ്ചായത്ത് കുറ്റിച്ചിറ ഡിവിഷനിലേക്ക് സമർപ്പിച്ച BJP സ്ഥാനാർത്ഥി കോമളം രവിയുടെ പത്രികയും നിരാകരിച്ചു. ഇവർ ചട്ടിക്കുളം ഡിവിഷനിൽ BJPക്ക് സ്ഥാനാർത്ഥിക്ക് ഡമ്മിയായും പത്രിക നൽകിയിരുന്നു. അതിരപ്പള്ളി പഞ്ചായത്തിലെ വൈശ്ശേരിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രതിസന്ധിയിലായി. ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്തിൽ നിലവിലെ കരാറുകാരനാണ് UDF സ്ഥാനാർത്ഥി KM പോൾസൺ. ഇത് പത്രികയിൽ രേഖപ്പെടുത്തിയാണ് വിനയായത്. താൻ കരാറുകാരനല്ലെന്ന് തിങ്കളാഴ്ച തെളിയിച്ചില്ലെങ്കിൽ പോൾസന്റെ പത്രിക തള്ളുമെന്ന് റിട്ടേണിംഗ് ഓഫീസർ അറിയിച്ചു. അതിരപ്പള്ളിയിലെ വാർഡ് 8-ലെ ലിജി, 9-ലെ ജാനകി, 14-ലെ ജയശ്രീ എന്നീ സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെ പത്രികകളും തള്ളി. ഇടവേള. വർഷം മുമ്പ് മാത്രം തുടങ്ങിയ ചാനൽ എന്നുള്ളൊരു പരിമിതി ന്യൂസ് മലയാളത്തിനുള്ളതായിട്ട് തോന്നിയിട്ടില്ല. RDX എന്ന പ്രോഗ്രാം 8 മണിക്ക് അത് കാണുന്നുണ്ട്. നല്ല പ്രോഗ്രാമാണ്. ഞങ്ങൾ സ്ഥിരമായിട്ട് കാണുന്ന ചാനലാണ്. വീട്ടുകാരെല്ലാവരും കാണലുണ്ട്. നന്നായിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടു. എനിക്ക് ഏറ്റവും കൂടുതൽ വ്യത്യസ്തമായ തോന്നിയത് വാർത്തകൾക്ക് കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുന്നുണ്ട്. വീട്ടിൽ ഞാൻ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ന്യൂസ് ഇതാണ് വെക്കുന്നത്. പ്രത്യേകിച്ച് നിങ്ങളൊരു രാഷ്ട്രീയക്കാരെ സപ്പോർട്ട് ചെയ്യുന്നില്ല. കേരളം പറയുന്നു, എല്ലാരും കാണുന്നത് ന്യൂസ് മലയാളം. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡേ, ഇപ്പോൾ ഹരിതയിൽ നിന്നും. വാർത്തയിലേക്ക്. മാള പഞ്ചായത്തിലെ 1-ാം വാർഡിൽ മത്സരിക്കുന്ന 2020 സ്ഥാനാർത്ഥി സന്തോഷ് പയ്യാക്കലിന്റെ നാമനിർദ്ദേശ പത്രികയിൽ പിന്തുണച്ചതായി രേഖപ്പെടുത്തിയ സ്ത്രീയുടെ പേരിലുള്ള ഒപ്പ് വ്യാജമെന്ന ആക്ഷേപം സംഘർഷാവസ്ഥയ്ക്കിടയാക്കി. പത്രികയുടെ സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷമാണ് പഞ്ചായത്ത് ഓഫീസിനു മുൻപിൽ CPM പ്രവർത്തകരും 2020 നേതാക്കളും തമ്മിൽ വാക്കേറ്റമുണ്ടായത്.
മല്ലിക എന്ന സ്ത്രീയാണ് താൻ ഒപ്പിട്ട് നൽകിയിട്ടില്ലെന്ന വാദവുമായി എത്തിയത്. അതേസമയം മല്ലിക വീട്ടിൽ വെച്ചാണ് ഒപ്പിട്ട് നൽകിയതെന്ന് സ്ഥാനാർത്ഥി പറഞ്ഞു. ഭീഷണി കാരണമാണ് നിലപാട് മാറ്റിയതെന്നുമാണ് 2020 കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ഡോക്ടർ വർഗീസ് ജോർജ് ആരോപിച്ചു. മല്ലിക തങ്ങളുടെ അനുഭാവിയാണെന്നാണ് CPM നേതാക്കൾ പറയുന്നത്. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്തിലെ നാമനിർദ്ദേശ സൂക്ഷ്മ പരിശോധനയിൽ 2 പേരുടെ പത്രിക തള്ളി. മന്നലാംകുന്ന് ഡിവിഷനിലെ LDF സ്ഥാനാർത്ഥി സബിത സദാനന്ദൻ, എടക്കഴിയൂർ ഡിവിഷനിലെ BJP സ്ഥാനാർത്ഥി MC സബിത എന്നിവരുടെ പത്രികയാണ് തള്ളിയത്. സബിത സദാനന്ദൻ നിലവിൽ ദേവസ്വം താൽക്കാലിക ജീവനക്കാരിയാണ്. ഇതുമായി ബന്ധപ്പെട്ടാണ് പത്രിക തള്ളിയത്. BJP സ്ഥാനാർത്ഥി സബിതയുടെ നാമനിർദ്ദേശ പത്രിക ജാതി സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട കാരണം ചൂണ്ടിക്കാട്ടിയാണ് തള്ളിയത്. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്തിൽ 85 പത്രികകളാണ് ഉണ്ടായിരുന്നത്. ബാക്കി പത്രികകൾ സ്വീകരിച്ചു. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് മന്നലാംകുന്ന് എടക്കഴിയൂർ ഡിവിഷനുകളിൽ തെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രികകൾ തള്ളിയത് പുന്നയൂരിലെ CPM BJP കൂട്ടുകെട്ടിന്റെ ഭാഗമാണെന്ന് UDF പുന്നയൂർ പഞ്ചായത്ത് കമ്മിറ്റി ആരോപിച്ചു. മന്നലാംകുന്ന് ഡിവിഷനിൽ CPMലെ സബിത സദാനന്ദന്റെയും എടക്കഴിയൂർ ഡിവിഷനിൽ BJPയിലെ സബിത ചന്ദ്രന്റെയും പത്രികകളാണ് തള്ളിയത്. ഇതോടെ മന്നലാംകുന്ന് ഡിവിഷനിൽ UDFലെ സുബൈദ പാലക്കൽ, BJPയിലെ സ്മിത സജീഷ്, SDPIയിലെ നിഹാല ഒലീദ് എന്നിവർ മാത്രമായി മാറി. ഇത് പുന്നയൂരിലെ ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളിൽ BJPയെ സഹായിച്ച പുന്നയൂർ പഞ്ചായത്തിൽ BJPയുടെ സഹായം CPMന് ലഭിക്കുന്നതിനുള്ള ധാരണയുടെ ഭാഗമാണെന്ന് മുസ്ലിം യൂത്ത് ലീഗ് തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് അസീസ് മന്നലാംകുന്ന് പറഞ്ഞു. നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ധാരണയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. പുന്നയൂർ പഞ്ചായത്തിലെ മറ്റു പഞ്ചായത്ത് സീറ്റുകളിലൊക്കെ തന്നെ CPMും BJPയും ഒക്കെ ഡമ്മി സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടും ഈ 2 ഡിവിഷനുകളിൽ BJPയും CPMും ഡമ്മി സ്ഥാനാർത്ഥികളെ നിർത്താതിരുന്നത് ഈ കൂട്ടുകെട്ടിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ഈ കൂട്ടുകെട്ട് കുറച്ച് കാലങ്ങളായിട്ട് ഇവിടെ നിലനിൽക്കുന്നതാണ്. പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്തുകളിലെ മറ്റു ഡിവിഷനുകളിലൊക്കെ ഡമ്മി സ്ഥാനാർത്ഥികളെ കൊടുത്തിട്ടും ഇവിടങ്ങളിൽ മാത്രം നൽകാതിരുന്നത് ഇതിന്റെ ഭാഗമാണെന്നും ആസിസ് പറഞ്ഞു. CPM ഭരിക്കുന്ന പുന്നയൂർ പഞ്ചായത്തിൽ BJPക്ക് അനുകൂലമായി 3 സീറ്റുകൾ ലഭിക്കും വിധമാണ് വാർഡ് വിഭജനം നടത്തിയിട്ടുള്ളതെന്ന് UDF പുന്നയൂർ പഞ്ചായത്ത് നേതാക്കളായ ചെയർമാൻ IP രാജേന്ദ്രൻ, കൺവീനർ PA നസീർ, KK ഷുക്കൂർ, TK ഉസ്മാൻ എന്നിവർ പറഞ്ഞു. പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ 1-ാം ബ്ലോക്കിലെ വെറ്റിലപ്പാറയിൽ പള്ളിക്ക് നേരെ കാട്ടാന ആക്രമണം. ചവിട്ടിപ്പൊളിച്ച് അകത്ത് കടന്ന ആനകൾ സങ്കീർത്തിയിലെ സാധന സാമഗ്രികൾ നശിപ്പിച്ചു. ഹാളിലെ ടൈൽസും മറ്റും ചവിട്ടിപ്പൊളിച്ചു. ശനിയാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. കാടിനകത്തുള്ള ദേവാലയത്തിൽ ഞായറാഴ്ച ഒരു നേരം മാത്രമാണ് ദിവ്യബലി നടക്കുന്നത്. പ്രദേശത്ത് വർഷങ്ങളായി ആൾതാമസവുമില്ല. കഴിഞ്ഞ മാസവും ഇവിടെ കാട്ടാനകൾ ആക്രമണം നടത്തിയിരുന്നു. കടവല്ലൂർ അന്യോന്യ പരിഷത്ത് നൽകിവരുന്ന ഈ വർഷത്തെ വാചസ്പതി പുരസ്കാരം ഡോക്ടർ KT മാധവനും വേദബന്ധു പുരസ്കാരം അഡ്വക്കേറ്റ് P പരമേശ്വരനും സമർപ്പിച്ചു. പുരസ്കാര സമർപ്പണം ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ നിർവഹിച്ചു. അന്യോന്യത്തിനായി ഗുരുവായൂർ ദേവസ്വം നൽകുന്ന സഹായം ദേവസ്വം ചെയർമാൻ പരിഷത്ത് പ്രസിഡന്റ് വടക്കുംപാട്ട് നാരായണന് ചടങ്ങിൽ കൈമാറി. വൈജ്ഞാനിക സാഹിത്യത്തിന് വാചസ്പതിയുടെ സംഭാവനകൾ എന്ന വിഷയത്തിൽ കേരള സാഹിത്യ അക്കാദമി മുൻ പബ്ലിക്കേഷൻ ഓഫീസർ ED ഡേവിസ് പ്രഭാഷണം നടത്തി. അന്യോന്യ പരിഷത്ത് പ്രസിഡന്റ് വടക്കുംപാട്ട് നാരായണൻ അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ ചെമ്പൈ സംഗീതോത്സവ വേദിയിൽ വീണത്തന്ത്രികളിൽ മാസ്മരിക സംഗീതം തീർത്ത് നിർമ്മല രാജശേഖരൻ ആസ്വാദക ഹൃദയം കീഴടക്കി. ത്യാഗരാജരുടെ പഞ്ചരത്നകൃതിയായ സാധിംചനെ ആരബി രാഗത്തിൽ അവതരിപ്പിച്ചാണ് കച്ചേരി ആരംഭിച്ചത്. തുടർന്ന് ദേവദേവ കലായാമിതെ മായാമാളവ ഗൗളയിലും ഗോകുല നിലയ കൃപാലയ കീർത്തനം ആഭേരി രാഗത്തിലും അവതരിപ്പിച്ചു. സ്വാതി തിരുനാൾ കൃതിയായ ജയ ജയ പത്മനാഭ സരസാംഗി രാഗത്തിലും അവതരിപ്പിച്ചു. തുടർന്ന് മീരാ ഭജനായ മായിനി മേധോ എന്ന ഭജൻ
ദേശ് രാഗത്തിലും ആലില തുളസി എന്ന ഗാനം ഭൈരവി രാഗത്തിലും വിസ്തരിച്ച് കച്ചേരിക്ക് സമാപനം കുറിച്ചു. വയല രാജേന്ദ്രൻ വയലിനിലും മുരുകഭൂപതി മൃദംഗത്തിലും കുറിച്ചിത്താനം അനന്തകൃഷ്ണൻ ഘടത്തിലും പക്കമേളമൊരുക്കി. യുവസംഗീതജ്ഞ സ്വരാത്മിക ശ്രീകാന്തിന്റെ കച്ചേരി ആസ്വാദകരുടെ മനം കവർന്നു. SR രാജശ്രീ വയലിനാലും ബുർറ ശ്രീറാം മൃദംഗത്തിലും ദീപു ഏളംകുളം ഘടത്തിലും പക്കമേളമൊരുക്കി. പ്രസന്ന വെങ്കിട്ടരാമന്റെ കച്ചേരിയും അവിസ്മരണീയമായി. സന്താന ഗോപാലകൃഷ്ണം എന്നാരംഭിക്കുന്ന ദീക്ഷിതർ കൃതി പാടിയാണ് പ്രസന്ന വെങ്കിട്ടരാമൻ കച്ചേരിക്ക് തുടക്കമിട്ടത്. വൈകിട്ട് നടക്കുന്ന വിശേഷാൽ കച്ചേരിക്ക് ആസ്വാദകരുടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. TCV ന്യൂസ്, ഗുരുവായൂർ. ഓട്ടുപാറ പരുത്തിപ്രയിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റു. പരിക്കേറ്റ തൃശൂർ സ്വദേശി ജോജുവിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വടക്കാഞ്ചേരി ഭാഗത്തേക്ക് വരികയായിരുന്ന കാറും ചേലക്കര ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൈക്കുമാണ് കൂട്ടിയിടിച്ചത്. മലപ്പുറം പൊന്നാനി വലിയങ്കോട് സ്വദേശി യാസറാണ് കാർ ഓടിച്ചിരുന്നത്. കാറിന്റെ മുൻഭാഗത്തെ ടയർ പൊട്ടിയതാണ് അപകട കാരണം. നിയന്ത്രണം വിട്ട് റോഡിന്റെ എതിർദിശയിലേക്ക് തിരിഞ്ഞുകയറിയ കാർ റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന 2 ഇരുചക്ര വാഹനങ്ങളെ ഇടിച്ചു തെറിപ്പിച്ച ശേഷം ഫുട്പാത്തിൽ ഇടിച്ചു നിന്നു. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. കൂടുതൽ തെരഞ്ഞെടുപ്പ് വാർത്തകളുമായി ദേശപ്പോര്. വെങ്കിടങ്ങ് പഞ്ചായത്ത് അധ്യാപികയോടൊപ്പം ശിഷ്യരായ വിദ്യാർത്ഥികളും മത്സരരംഗത്ത്. വെങ്കിടങ്ങ് പഞ്ചായത്തിലെ 6ാം വാർഡിൽ നിന്ന് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശൈലജ മധുസൂദനൻ മുല്ലശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പാളായിരുന്നു. ശൈലജ പഠിപ്പിച്ച വിദ്യാർത്ഥികളാണ് പഞ്ചായത്തിലെ മറ്റു 4 വാർഡുകളിൽ മത്സരിക്കുന്നത്. 1, 9, 11 വാർഡുകളിലെ LDF സ്ഥാനാർത്ഥികളായ ഫെമിന അൻസാർ, PM മനീഷ്, PU അഭിജിത്ത് എന്നിവരും 15ാം വാർഡിലെ UDF സ്ഥാനാർത്ഥിയായ സൂര്യ രാജുമാണ് മത്സരരംഗത്തുള്ളത്. സാമ്പത്തിക ശാസ്ത്രത്തിൽ അധ്യാപികയായിരുന്നു ശൈലജ. പഠിപ്പിക്കുന്ന വിഷയത്തിനപ്പുറം വിദ്യാർത്ഥികളിൽ സാമൂഹ്യ അവബോധവും ജനാധിപത്യബോധവും വളർത്താൻ സാധിച്ചുവെന്നതിന്റെ തെളിവുകളാണ് ശിഷ്യരായ 4 പേരും ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുവെന്നതെന്ന് ശൈലജ ടീച്ചർ പറഞ്ഞു. മികച്ച അപ്രതീക്ഷിതമായിട്ടാണ് ഇപ്രാവശ്യത്തെ പഞ്ചായത്ത് ഇലക്ഷനിൽ എനിക്ക് മത്സരിക്കാനായിട്ടൊരു അവസരം കിട്ടിയത്. എന്നെ സംബന്ധിച്ച് ഇപ്രാവശ്യത്തെ ഇലക്ഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്റെ 4 വിദ്യാർത്ഥികളും എന്റെ കൂടെ മത്സരത്തിനുണ്ട്, പല പല വാർഡുകളിലായി. സാമൂഹ്യ ബോധവും ജനാധിപത്യ ബോധവും വളർത്താൻ സാധിച്ചു എന്നതിന്റെ തെളിവുകളാണ് ഇവരും ഈ ഇലക്ഷനിൽ മത്സരിക്കുന്നത്. ഇതിൽ ഒരാളെ ഞാൻ നാട്ടിക ഫിഷറീസ് സ്കൂളിൽ പഠിപ്പിച്ചതാണ്. ബാക്കി 3 പേരെയും മുല്ലശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിപ്പിച്ചതാണ്. ഇവർക്ക് എല്ലാവർക്കും വലിയ ഭൂരിപക്ഷത്തോടെ വിജയിക്കാൻ സാധിക്കട്ടെ. കാരണം നമ്മുടെ മക്കൾ നമ്മളെക്കാൾ ഉയരത്തിൽ പറക്കുന്നത് കാണാനാണ് ഏതൊരു അധ്യാപികയും ഏതൊരു അമ്മയും ആഗ്രഹിക്കുക. അപ്പോൾ ഒരു അധ്യാപികയുടെയും അമ്മയുടെയും വികാരത്തോടു കൂടി ഞാൻ പറയാണ്, എൻ്റെ കുട്ടികൾക്ക് ഉന്നത വിജയം ലഭിക്കട്ടെ. ഇത് എന്നെ സംബന്ധിച്ച് വലിയൊരു അനുഭവമാണ്. മത്സരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ടീച്ചറും തങ്ങളുടെ പ്രിയ ടീച്ചർക്ക് വിദ്യാർത്ഥികളും പരസ്പരം വിജയാശംസകൾ നേർന്നു. TCV പാവർട്ടി. തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പുത്തൂർ പഞ്ചായത്തിലെ 2 വാർഡുകളിലായി ദമ്പതികൾ മത്സരഗോതയിലേക്ക് ഇറങ്ങുകയാണ്. ഭർത്താവിന് കന്നി അംഗമാണെങ്കിൽ ഭാര്യ 4ാം തവണയാണ് UDFന് വേണ്ടി ജനവിധി തേടുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പുത്തൂർ പഞ്ചായത്തിൽ 2ാം വാർഡിൽ സേതുമാധവനും 23ാം വാർഡിൽ ബിന്ദു സേതുമാധവനുമാണ് മത്സരിക്കുന്നത്. അതിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്തെന്ന് വെച്ചാൽ ഇരുവരും ദമ്പതികളാണ് എന്നുള്ളതാണ്. ഇളംതുരുത്തി, കുന്നംകാട്ടുകര, മേനകത്ത് സേതുമാധവൻ, ഭാര്യ ബിന്ദു എന്നിവരാണ് മത്സരിക്കുന്നത്. പുത്തൂർ 2ാം വാർഡ് തോണിപ്പാറ വാർഡിലാണ് സേതുമാധവൻ കന്യാംഗത്തിനിറങ്ങുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് മത്സരിക്കുന്നത്. എൻ്റെ
ഭാര്യ ശ്രീമതി ബിന്ദു സേതുമാധവൻ 4ാമത്തെ തവണയാണ് 23ാം വാർഡ് പുത്തൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ വാർഡിൽ മത്സരിക്കുന്നത്. 3 തവണയും അവിടെ തന്നെയാണ് മത്സരിച്ച്. വാർഡ് വിഭജനമൊക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിലും ആ വാർഡിൽ തന്നെ മത്സരിക്കാൻ തീരുമാനിച്ചത്. ഞങ്ങൾ പ്രതിദാനം ചെയ്ത് 15 കൊല്ലം തുടർച്ചയായിട്ട് ആ വാർഡിൽ വേണ്ടപ്പെട്ട വികസനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ അന്വേഷിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ള ഒരു പൂർണ്ണ വിശ്വാസത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ അവിടെ മത്സരിക്കാൻ തീരുമാനിച്ചത്. സ്പോർട്സ്മാൻ സ്പിരിറ്റുള്ള ഒരു ഫുട്ബോളറും കൂടിയാണ്. BSNL ജീവനക്കാരനായിരുന്നു. റിട്ടയർ ചെയ്തതിന് ശേഷം അതിനു മുമ്പും പുത്തൂരിൻ്റെ ഹൈസ്കൂൾ ഉൾപ്പെടുന്ന സ്ഥലമാണ്. അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ മത്സരിക്കാൻ തീരുമാനിച്ചത്. മികച്ച ഫുട്ബോൾ കളിക്കാരനും പരിശീലകനുമായ സേതുമാധവൻ 22ാം വയസ്സ് മുതൽ കാൽപന്തുകളിയിൽ സജീവമാണ്. BSNLൽ 31.5 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിച്ച സേതുമാധവൻ വെറ്ററൻസ് ജില്ലാ ഫുട്ബോൾ ടീം അംഗമാണ്. 55-കാരിയായ ഭാര്യ ബിന്ദു 23ാം വാർഡായ ഇളംതുരുത്തിയിലാണ് മത്സരിക്കുന്നത്. 2010-15 ആദ്യ മത്സരം. കന്നി-അംഗത്തിൽ തന്നെ വിജയിച്ച ബിന്ദു വൈസ് പ്രസിഡന്റായി. 2010 സാധാരണ ഒരു വീട്ടമ്മയായി വന്ന് ഇലക്ഷനെ നേരിട്ട് ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്ത് നമ്മൾ ആ വാർഡിൽ ജയിച്ചു വന്നിട്ടുള്ളതാണ്. ഇപ്പോഴും എനിക്ക് തോന്നുന്നു ആ വാർഡിലെ എല്ലാവരും തന്നെ ഒരുവിധം ഒട്ടുമിക്ക ആൾക്കാരും നമ്മൾ വീണ്ടും നിൽക്കണം എന്നൊരാഗ്രഹം പ്രകടിപ്പിച്ചതുകൊണ്ടും അതേപോലെ തന്നെ പാർട്ടി പറഞ്ഞതുകൊണ്ടും കൂടിയിട്ടാണ് നമ്മളിപ്പോൾ വീണ്ടും 4ാമത് മത്സരത്തിൽ രംഗത്ത് എത്തിയിരിക്കുന്നത്. വാട്ടർ അതോറിറ്റിയായിട്ട് സംയോജിച്ച് തീരെ കുടിവെള്ളം എത്താത്ത സ്ഥലത്തൊക്കെയും ഇപ്പോൾ വെള്ളം എത്തിക്കാനായിട്ടൊക്കെ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെയുള്ള ഈ പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊക്കെയും അത് ശരിയാക്കി കൊടുക്കാനും അതുപോലെ തന്നെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കും 2 വാർഡുകളും തങ്ങൾക്ക് തന്നെ വേണമെന്ന് ദൃഢനിശ്ചയത്തോടു കൂടിയാണ് ഇരുവരും UDFന് വേണ്ടി പോരാട്ടത്തിനായി രംഗത്തിറങ്ങിയിരിക്കുന്നത്. TCV ന്യൂസ്, തൃശൂർ. ഗുരുവായൂരിൽ രാത്രി ഹെൽമറ്റ് ധരിച്ച് സ്കൂട്ടറിൽ കറങ്ങി സ്ത്രീകൾക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയിരുന്നയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചൊവ്വല്ലൂർ കിഴക്കേക്കുളം അബ്ദുൾ വഹാബിനെയാണ് ടെമ്പിൾ SHO G അജയ്കുമാർ, SI U മഹേഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. വിദ്യാർത്ഥികളും ജോലി കഴിഞ്ഞു പോകുന്ന സ്ത്രീകളെയുമാണ് ഇയാൾ ലൈംഗികാതിക്രമത്തിന് ഇരയാക്കിയതെന്ന് പോലീസ് പറഞ്ഞു. ചാവക്കാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കൊടകര ആറേശ്വരം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഷഷ്ടി മഹോത്സവം വർണ്ണാഭമായി. മിനി ശബരിമല, സ്ത്രീകളുടെ ശബരിമല എന്നിങ്ങനെ അറിയപ്പെടുന്ന ആറേശ്വരം ക്ഷേത്രത്തിലെ ഷഷ്ടിക്ക് വൻ ഭക്തജന തിരക്കായിരുന്നു അനുഭവപ്പെട്ടത്. പുലർച്ചെ 4-ന് ക്ഷേത്രനട തുറന്നതു മുതൽ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ആറേശ്വര കുന്നിനു മുകളിലേക്ക് ഭക്തജനങ്ങളുടെ പ്രവാഹമായിരുന്നു. ക്ഷേത്ര ചടങ്ങുകൾക്ക് മേൽശാന്തി KN വാസുദേവൻ നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു. 11 കാവടി സെറ്റുകളാണ് ഇത്തവണ ഷഷ്ടി ആഘോഷത്തിൽ പങ്കാളികളായത്. ക്ഷേത്രം ഉപദേശക സമിതി ഭാരവാഹികൾ, ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ PK അഭിലാഷ് എന്നിവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഗജരാജൻ ഗുരുവായൂർ കേശവന്റെ പൂർണ്ണകായ പ്രതിമ 3 വർഷത്തിനു ശേഷം തലപ്പൊക്കം വീണ്ടെടുത്തു. നവീകരണം പൂർത്തിയാക്കിയ പ്രതിമയുടെ സമർപ്പണം ഞായറാഴ്ച നടക്കും. ആനക്കഥകളിലെ നിത്യഹരിത നായകൻ ഗജരാജൻ ഗുരുവായൂർ കേശവൻ 1976 ഡിസംബർ 2-ന് ഏകാദശി ദിവസമാണ് ചരിഞ്ഞത്. 1982 നവംബർ 23-ന് പ്രശസ്ത ശില്പി MRD ദത്തന്റെ നേതൃത്വത്തിൽ കേശവൻ ചരിഞ്ഞ സ്ഥലത്ത് അതേ രൂപത്തിലും വലുപ്പത്തിലുമുള്ള പ്രതിമ നിർമ്മിച്ച് സമർപ്പിച്ചു. കാലപ്പഴക്കത്തെ തുടർന്ന് ജീർണിച്ചപ്പോൾ 2022-ൽ നവീകരിച്ചു. എന്നാൽ പ്രതിമയ്ക്ക് കേശവനുമായി ഒരു സാമ്യവുമില്ലെന്ന് വ്യാപക പരാതി ഉയർന്നതിന്റെ അടിസ്ഥാനത്തിൽ പ്രതിമ വീണ്ടും നവീകരിക്കാൻ ദേവസ്വം ഭരണസമിതി തീരുമാനിക്കുകയായിരുന്നു. ശില്പി എളവള്ളി നന്ദന്റെ നേതൃത്വത്തിലാണ് വീണ്ടും നവീകരണം നടത്തിയത്. നന്ദന്റെ മകൾ നവ്യയടക്കം 12 പേർ ചേർന്ന് 4 മാസം എടുത്താണ് നവീകരണം പൂർത്തിയാക്കിയത്. ഏതാനും ഭാഗങ്ങൾ പൊളിച്ചുമാറ്റി 378 സെന്റിമീറ്റർ ഉയരത്തിലാണ് പ്രതിമ പുനർനിർമ്മിച്ചത്. കൊമ്പിന്റെയും തുമ്പിയുടെയും വലിപ്പം കൂട്ടി. കേശവന്റെ അനേകം ചിത്രങ്ങൾ ശേഖരിച്ച് ഭാവപ്പകർച്ചകൾ പഠിച്ചു. കണ്ണുകൾ, കൺപീലികൾ, വാൽ തുടങ്ങിയവ സൂക്ഷ്മമായി നിരീക്ഷിച്ചു. കാലുകൾ മാത്രം നിർത്തി ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം പൊളിച്ചുമാറ്റി. മസ്തകം ഉയർത്തിപ്പണിതു. ശരീരഭാഗങ്ങൾ കുറച്ചുകൂടി വിസ്തൃതമാക്കി. ഇതോടെ പുതിയ പ്രതിമയ്ക്ക് കേശവന്റെ തലപ്പൊക്കമായതായി ആനപ്രേമികൾ സമ്മതിച്ചു. രൂപമാറ്റം വന്ന പ്രതിമയുടെ പുനർനിർമ്മാണം വലിയ വെല്ലുവിളിയായിരുന്നുവെന്ന് ശില്പി നന്ദൻ എളവള്ളി പറഞ്ഞു. ഒരുപാട് ഫോട്ടോസുകളൊക്കെ നോക്കേണ്ടി വന്നു. പഴയ ഫോട്ടോസുകൾ, സൈഡ് വ്യൂ ഫോട്ടോ ഒന്നും കേശവനില്ല. അതുപോലെ കുറെ അധികം ബുദ്ധിമുട്ടി. വലിയ ടെൻഷൻ ഉണ്ടായിരുന്നു. ഒരു വലിയ വെല്ലുവിളിയായിരുന്നു. എന്താ ചെയ്താൽ ഒരു രൂപമാറ്റം വന്ന സാധനം വീണ്ടും തിരിച്ചെടുക്കാൻ വലിയ ബുദ്ധിമുട്ട് വേണ്ടി വന്നു. തല കൊമ്പ്
കണ്ണ് ഒക്കെ എല്ലാം മാറ്റി പുതിയതാക്കി, അങ്ങനെയാണ് രൂപത്തിലായത്. എല്ലാം ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം. 10 ലക്ഷം രൂപയാണ് നവീകരണത്തിനായി വേണ്ടി വന്നത്. ഇത് തൃത്താല കൃഷ്ണമൃതത്തിൽ മണികണ്ഠൻ നായർ എന്ന ഭക്തൻ പിതാവിന്റെ സ്മരണയ്ക്ക് വഴിപാടായി സമർപ്പിച്ചു. നവീകരണം പൂർത്തിയായ പ്രതിമ ഞായറാഴ്ച സമർപ്പിക്കും. രാവിലെ 9:30 ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി.കെ. വിജയൻ സമർപ്പണ ചടങ്ങ് നിർവഹിക്കും. നവംബർ 30 ദശമി ദിവസം ഗുരുവായൂർ കേശവൻ അനുസ്മരണവും ഗജഘോഷയാത്രയും നടക്കുന്നത് പുതിയ പ്രതിമയ്ക്ക് മുന്നിലായിരിക്കും. TCV ന്യൂസ്, ഗുരുവായൂർ. അപകടകരമായ രീതിയിൽ മഴയും വെള്ളപ്പൊക്ക സാധ്യതയും ഉണ്ടാകുമ്പോൾ ഡാമുകളിലും പുഴകളിലും വെള്ളത്തിൽ വരുന്ന മാറ്റത്തിന്റെ വിവരം ഓട്ടോമാറ്റിക്കായി കളക്ടറേറ്റ് കൺട്രോൾ റൂമിൽ ലഭിക്കുന്ന സംവിധാനം കണ്ടുപിടിച്ച സഹോദരങ്ങളായ വിദ്യാർത്ഥികൾ. വരന്തരപ്പിള്ളി ലോഡ്സ് അക്കാദമിയിലെ സയൻസ് എക്സിബിഷനിലാണ് തങ്ങളുടെ കണ്ടുപിടുത്തം സഹോദരങ്ങൾ അവതരിപ്പിച്ചത്. പുഴയിലൂടെയുള്ള വെള്ളത്തിന്റെ ഒഴുക്കിൽ വരുന്ന വ്യത്യാസവും ജലനിരപ്പിലുണ്ടാകുന്ന മാറ്റവും നിരീക്ഷിച്ചാണ് സംവിധാനം പ്രവർത്തിക്കുന്നത്. പുതുക്കാട് സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിയായ നൊവൈൻ ഷിബു, പരന്തരപ്പിള്ളി ലോഡ്സ് അക്കാദമിയിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിയായ നേസൽ ഷിബു എന്നിവരാണ് ഈ സംവിധാനം കണ്ടുപിടിച്ചത്. ഇത് ആനകളുടെ തോഴൻ ആദർശ്. പറവൂർ പാലിയത്തുരുത്ത് സ്വദേശിയായ ഈ 7ാം ക്ലാസ്സുകാരന് പരിചയമില്ലാത്ത കരിവീരന്മാരില്ല. കേരളത്തിലെ ഒട്ടുമിക്ക ആനകളുടെയും പേര് ആദർശിന് മനപ്പാടമാണ്. തെച്ചിക്കൊട്ടാവ് രാമേന്ദ്രൻ, തെച്ചിക്കൊട്ടാവ് ദേവിദാസൻ, ഊട്ടോളി അനന്തൻ, ഊട്ടോളി പ്രസാദ്, ഊട്ടോളി മഹാദേവൻ, ഊട്ടോളി ചന്തു, ഊട്ടോളി ഗജേന്ദ്രൻ, ഊട്ടോളി രാമൻ, ഊട്ടോളി അനന്തൻ, മംഗലാവുന്ന് കർണൻ, മംഗലാവുന്ന് ശരണൈവൻ, മംഗലാവുന്ന് ഗണപതി, മംഗലാവുന്ന് ഉമാശ്വരൻ. 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദർശിന്റെ മനസ്സിൽ ആനക്കമ്പം എങ്ങനെയോ വേരുപിടിക്കുന്നത്. അന്നു മുതൽ ഇങ്ങോട്ട് ഉത്സവപ്പറമ്പുകളിലെ സ്ഥിരം കാണിയാണ് ഈ 12 വയസ്സുകാരൻ. തൃശൂർ പൂരം ഉൾപ്പെടെ കേരളത്തിലെ പ്രധാന ഉത്സവങ്ങളെല്ലാം ആദർശ് ഇതിനകം കണ്ടുകഴിഞ്ഞു. സമീപ പ്രദേശത്ത് എവിടെ ആന എത്തിയാലും ആദർശ് അവിടെയുണ്ടാകും. പറ്റാവുന്നിടത്തൊക്കെ തന്റെ സൈക്കിളിലാണ് ആദർശ് ചെന്നെത്തുന്നത്. ആനയോളം വലുപ്പമുള്ള ഒരു ആഗ്രഹം തന്റെ കുഞ്ഞു മനസ്സിൽ നട്ടുവളർത്തുന്നുണ്ട് ഈ ബാലൻ. വലുതാകുമ്പോൾ ഒരാനയെ സ്വന്തമാക്കണം. അതിനായി പഠിച്ചു ജോലി നേടണം. ഈ മോഹവുമായി ലക്ഷ്യം തേടി നടക്കുകയാണ് ആദർശ്. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. പാലയൂർ തീർത്ഥകേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ഭാരത പ്രവേശന തിരുനാൾ ആഘോഷിച്ചു. തിരുനാളിന്റെ ഭാഗമായി ബ്ലാങ്ങാട് സാന്ത്വനതീരം കപ്പേളയിൽ നിന്ന് പരമ്പരാഗത ക്രിസ്തീയ കലാരൂപങ്ങളുടെ അകമ്പടിയോടെ കടൽ തീരത്തേക്ക് പ്രദക്ഷിണം നടന്നു. തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മത്സ്യത്തൊഴിലാളികളുടെ വള്ളം, ബോട്ട്, വല എന്നിവയും വെഞ്ചരിച്ചു. ഭാരത പ്രവേശന തിരുനാളിന്റെ ഭാഗമായി തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയുടെ നേതൃത്വത്തിൽ മത്സ്യബന്ധന തൊഴിലാളികൾക്കായി സൌജന്യ മെഡിക്കൽ ക്യാമ്പ് നടന്നു. തീർത്ഥകേന്ദ്രം ആർച്ച് പ്രീസ്റ്റ് ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴ, സാന്ത്വനം ഡയറക്ടർ ഫാദർ ജോജു ആളൂർ, തീർത്ഥകേന്ദ്രം സഹവികാരി ഫാദർ ക്ലിൻ പാണേങ്ങാടൻ, കൺവീനർ ജോസ് പനക്കൽ, കൈക്കാരന്മാരായ സേവ്യർ വാഗയിൽ, ഫ്രാൻസിസ് ചിരിയങ്കണ്ടത്ത്, ഫ്രാൻസി ചൊവ്വല്ലൂർ, PA ഹൈസൺ തുടങ്ങിയവർ നേതൃത്വം നൽകി. തൃശൂർ വെസ്റ്റ് ഉപജില്ല LSS പ്രതിഭാ പോഷണ പരിപാടി സംഘടിപ്പിച്ചു. ഒളരിക്കര BRC ഹാളിൽ നടന്ന പരിപാടി ശാസ്ത്രജ്ഞ ഡോക്ടർ ഇ സന്ധ്യ ഉദ്ഘാടനം ചെയ്തു. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ PJ ബിജു അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ MN ഇന്ദു, കോർഡിനേറ്റർ M പ്രസീത, ഹരീഷ് പശുപതി തുടങ്ങിയവർ സംസാരിച്ചു. LSS സ്കോളർഷിപ്പ് കിട്ടിയ കുട്ടികളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട കുട്ടികൾക്കാണ് പ്രതിഭാ പരിപാടി സംഘടിപ്പിച്ചത്. പാറപ്പുറത്ത് ചന്തുവിന് പുനർജനി നൂഴലിന് ഇത് 50ാം വർഷം. തിരുവില്ലാമലയിലെ പാറപ്പുറത്ത് രാമചന്ദ്രൻ എന്ന ചന്തു 50ാം വർഷവും പുനർജനി നൂഴാൻ തയ്യാറെടുക്കുന്നു. പ്രസിദ്ധമായ തിരുവില്ലാമല ശ്രീ വില്വാദ്രിനാഥ ക്ഷേത്രത്തിൽ പുനർജനി നൂഴൽ. 15ാം വയസ്സിൽ തന്നെ ജ്യേഷ്ഠൻ രാധാകൃഷ്ണനോടൊപ്പമായിരുന്നു നൂഴലിന് തുടക്കം കുറിച്ചത്. ഇപ്പോൾ തന്റെ മകൻ ഗോകുലിനെയും കൂട്ടിയാണ് നൂഴലിനെത്തുന്നത്. ഡിസംബർ 1 തിങ്കളാഴ്ച പുലർച്ചെ ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ടെത്തുന്ന മേൽശാന്തിമാർ ഗുഹാമുഖത്ത് പൂജ നടത്തിയതിനു ശേഷം ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കുക. ആദ്യം ചന്തുവാണ് ഗുഹയിൽ നൂഴുക. പിന്നീട് ടോക്കൺ പ്രകാരം ഭക്തരുടെ നൂഴൽ ആരംഭിക്കും. വർഷത്തിലൊരിക്കൽ വൃശ്ചികമാസത്തിലെ വെളുത്ത പക്ഷ ഏകാദശി നാളിലാണ് പുനർജനി നൂഴൽ നടക്കുന്നത്. ഈ വർഷത്തെ പുനർജനി ഡിസംബർ 1 നടക്കുന്നത്. തലേദിവസം വൈകിട്ട് 5 മണിക്ക് തിരുവില്ലാമല വില്വാദ്രിനാഥ ക്ഷേത്രം ഓഫീസിൽ ടോക്കൺ വിതരണം തുടങ്ങും. 800 മുതൽ 1000 വരെ ടോക്കണാണ് ഉണ്ടാവുക. പുനർജനി നൂഴൽ രാത്രി വൈകിട്ട് വരെ നീണ്ടുനിൽക്കും. ദേവഗുരു ബൃഹസ്മിതിയുടെ ഉപദേശപ്രകാരം വിശ്വകർമ്മവിനാൽ പണികഴിച്ചതാണ് പുനർജനി ഗുഹ എന്നതാണ് ഐതിഹ്യം. ഓരോ പ്രാവശ്യവും ഗുഹ നൂഴുമ്പോൾ ഓരോ ജന്മത്തെ പാപം ശമിക്കുന്നു എന്നാണ് വിശ്വാസം.
50-ാം വർഷവും നൂഴാൻ തയ്യാറെടുക്കുന്ന ഒരുക്കത്തിലാണ് തിരുവില്ലാമലയിലെ രാമചന്ദ്രൻ എന്ന ചന്തു. TCV ന്യൂസ്, തിരുവില്ലാമല. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന വോയിസ് ഓഫ് മാംബ്ര ഫുട്ബോൾ മേള സംഘടിപ്പിക്കും. അന്നമനട ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ഡിസംബർ 20 മുതൽ 28 വരെയാണ് ഫുട്ബോൾ മേള നടത്തുന്നത്. രാത്രി 8-നാണ് മത്സരം നടത്തുന്നതെന്ന് ഭാരവാഹികളായ അഹാഡിൻ അബ്ബാസ്, KA നിഹാസ്, NK നൌഹർഷ, നൌഷാദ് ബാബ എന്നിവർ അറിയിച്ചു. പാവർട്ടി സ്വദേശിയായ മധ്യവയസ്കനെ കാണാനില്ലെന്ന് പരാതി. പാവർട്ടി പുതുമനശ്ശേരിക്ക് സമീപം താമസിക്കുന്ന കാക്കശ്ശേരി വീട്ടിൽ 66 വയസ്സുള്ള പീറ്ററിനെയാണ് വെള്ളിയാഴ്ച രാവിലെ മുതൽ കാണാതായത്. ഇയാളെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ 81 57 88 33 61 94 97 56 18 47 എന്നീ നമ്പറുകളിലോ അറിയിക്കേണ്ടതാണ്. ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 11,535 രൂപ, പവന് 92,280 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, സാധാരണക്കാരുടെ ഹൃദയത്തിന്റെ പൊന്ന്. ഇനി മുതൽ തൃശൂർ MG റോഡിലും. കൊടുങ്ങല്ലൂരിൽ ആംബുലൻസിന്റെ ചില്ലടിച്ച് തകർത്ത കേസിൽ ഓട്ടോറിക്ഷ ഡ്രൈവറെ പോലീസ് അറസ്റ്റ് ചെയ്തു. മേത്തല ചാലക്കുളം സ്വദേശി രഞ്ജീഷാണ് അറസ്റ്റിലായത്. ഗുരുവായൂരിൽ പേവിഷബാധ ലക്ഷണങ്ങളോടെ തെരുവ് നായ ചത്തു. മറ്റ് നായ്ക്കൾക്കും പേപ്പട്ടിയുടെ കടിയേറ്റെന്ന ആശങ്കയിൽ നാട്ടുകാർ സംസ്കരിച്ച തെരുവ് നായയുടെ ജഡം നഗരസഭ ആരോഗ്യ വിഭാഗം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു. ചെറുതുരുത്തി വെട്ടിക്കാട്ടിരിയിൽ വിവാഹ സൽക്കാരത്തിനെത്തിയ യുവാക്കളും നാട്ടുകാരും തമ്മിൽ സംഘർഷം. പോലീസ് ലാത്തിവീശി 5 പേർക്ക് പരിക്ക്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായി. ശ്രീനാരായണപുരം പഞ്ചായത്തിൽ BJP സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക തള്ളി. മാള പഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ CPM പ്രവർത്തകരും 2020 നേതാക്കളും തമ്മിൽ വാക്കേറ്റം. വെറ്റിലപ്പാറയിൽ പള്ളിക്ക് നേരെ കാട്ടാന ആക്രമണം. വാതിൽ ചവിട്ടിപ്പൊളിച്ചകത്ത് കടന്ന കാട്ടാനകൾ സങ്കീർത്തിയിലെ സാമഗ്രികൾ നശിപ്പിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.